ഇന്നത്തെ വീഡിയോ ഞാൻ എൻ്റെ കുറച്ച് ജ്വല്ലറി ഐറ്റംസ് ആണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ അടുത്ത മേടിച്ചിട്ടുള്ളതാണ്. സിമ്പിളായിട്ട് നമുക്ക് എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ യൂസ് ചെയ്യാനായിട്ട് പറ്റുന്ന ഐറ്റംസ് ആണ്. ഇപ്പോൾ കോളേജിലൊക്കെ ഒക്കെ ആണെങ്കിലും ഡെയിലി വെയറിന് പറ്റുന്നതും അതേപോലെ തന്നെ വേണമെങ്കിൽ ഫംഗ്ഷനൊക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന കുറച്ച് ഐറ്റംസ് ആണ് കേട്ടോ. ഫസ്റ്റ് വന്നിട്ട് ഒരു മാലയാണ്. നല്ല സിമ്പിളായിട്ടൊരു ചെയിൻ എന്ന് പറയാം കേട്ടോ. ഇത് എന്താ പറയുക, എനിക്കിങ്ങനെ വീഡിയോയിൽ കണ്ട സമയത്ത് മേടിക്കുമ്പോഴേ ഫോട്ടോ കണ്ടപ്പോൾ കുറച്ച് ഹെവി ആയിട്ട് തോന്നി. പക്ഷേ വന്നപ്പോൾ കണ്ടില്ല, ഭയങ്കര കുഞ്ഞൊരു ചെയിനും അതേപോലെ തന്നെ ദാ ഈ ഒരു സൈസിൽ വരുന്ന ലോക്കറ്റാണ്. ഇങ്ങനെ കുറേ സ്റ്റോൺ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ വൈറ്റ് നമുക്ക് വലുപ്പം കൂടിയിട്ട് പിന്നെ ചെറുതായിട്ട് ചെറുതായിട്ട് വരില്ലേ, അങ്ങനെയാണ് ഇതിൻ്റെ ആ ഒരു പെൻഡൻറ്റ് വരുന്നത്. ഇത് നമുക്ക് വേണമെങ്കിൽ കുറച്ചും കൂടെ ഇറക്കിയിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഇടാം. ഇനിയിപ്പോൾ നമുക്ക് കയറ്റി നെക്കുമായിട്ട് ചേർന്നിട്ടാണെങ്കിൽ അങ്ങനെ ഇടാൻ വേണ്ടി പറ്റും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഏകദേശം റേറ്റ് വരുന്നത് 358 രൂപയാണ്. ഞാനതൊക്കെ ആമസോണിൽ നിന്നാണ് മേടിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതിൽ നമുക്ക് ഗോൾഡ് കളർ വരുന്നുണ്ട്. അതേപോലെ തന്നെ റോസ് ഗോൾഡ് ആണെങ്കിൽ റോസ് ഗോൾഡ് നല്ല ഭംഗിയാണ്, അതും ഓപ്ഷൻ ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ സിൽവർ കളറിൽ, അങ്ങനെ 3 കളർ ഓപ്ഷൻസ് ആണ് വരുന്നത്. എന്തായാലും നല്ല ഭംഗിയായിട്ടുണ്ട് കാണാനായിട്ട്. പിന്നെ അടുത്ത് വന്നിട്ട് ഒരു കമ്മലാണ് കേട്ടോ. ഞാൻ ഇതേപോലത്തെ ടൈപ്പ് ഇതുവരെ മേടിച്ച് നോക്കിയിട്ടില്ല. കാരണം നമ്മളിങ്ങനെ 3-4 പീസ് വരില്ലേ, ഫ്രണ്ടിലേക്കൊന്ന് പിന്നെ ബാക്കിൽ, എന്തൊരു മോഡൽ പേരെന്നെ പറയൂ കേട്ടോ. എനിക്കതിനെപ്പറ്റി വലിയ ഐഡിയ ഇല്ല. പക്ഷെ നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഇങ്ങനെ ഒരു പേള് ഒരു കമ്മൽ വരുന്നുണ്ട്. പിന്നെ അതിൻ്റെ ബേക്കിൽ ആ ഒരു ഫ്ലവർ പോലെ വിരിഞ്ഞൊരു സംഭവമല്ലേ, നമ്മൾ ആദ്യം ഒരു കമ്മൽ ഇട്ടതിന് ശേഷമാണ് ബാക്കിൽ ഈ ഒരു ഫ്ലവർ പോലെ വരുന്നത് ഇട്ട് കൊടുക്കുക. ദെൻ ബാക്കിൽ നമ്മൾ അതിനിപ്പോൾ എന്താ പറയുക, നമ്മൾ ബേക്കിൻ്റെ കമ്മലിൻ്റെ ബേക്കിലിടുന്ന സംഭവം ഉണ്ടല്ലോ, അതും കൂടെ ഇട്ട് കൊടുത്താൽ സെറ്റ് ആവട്ടോ. അത് വേണമെങ്കിൽ നമുക്ക് പല രീതിയിലിടാം. ആ ഒരു പേള് നമ്മളുടെ ആ ഒരു മുത്ത് വരുന്നില്ലേ, അത് മാത്രമായിട്ട് ഉപയോഗിക്കാം. അതേപോലെ ഇപ്പം ഞാൻ ആ അടിയിൽ വരുന്ന സംഭവം ഇങ്ങനെ നമ്മുടെ കവിളിൻ്റെ ഭാഗത്തേക്ക് വരില്ലേ, അങ്ങനത്തെ രീതിയിലാണ് ഇട്ടിട്ടുള്ളത്. ഇനിയിപ്പോൾ നമുക്ക് മേലേക്ക് ഞാൻ മേക്കാതിരിക്കുന്ന രീതിയിലേക്ക് വേണമെങ്കിൽ അങ്ങനെയും യൂസ് ചെയ്യാം കേട്ടോ. അതായത് 2 കമ്മൽ ഓരോ കാതിൻ്റെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ട് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു രീതിയിലും അത് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. പിന്നെ ഞാനിവിടെ കണ്ണിതാ യൂസ് ചെയ്തിട്ടുള്ള നമ്മുടെ ഫേസ് സ്കാനിൻ്റെ ഒരു കാജലും പിന്നെ ഐബ്രോസ് ബ്ലൂ ഹെവൻ്റെ ആണ്. എനിക്ക് മറന്നു കേട്ടോ. ഞാൻ അതിൻ്റെ ലിങ്ക് വേണമെങ്കിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. പിന്നെ ലിപ്സ്റ്റിക്ക് വന്നിട്ട് ഷുഗറിൻ്റെ ആണ്. അപ്പോൾ ഇതിൻ്റെ 3ൻ്റെയും ലിങ്കും കൂടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ട ഒരു കമ്മലിൻ്റെ റേറ്റ് വരുന്നത് 268 രൂപയാണ്. അത് നമ്മളെ ഫ്രണ്ട് ബാക്ക് ഇയറിംഗ് എന്ന് പറയുന്നുണ്ട്. പിന്നെ അടുത്ത് വന്നിട്ട് ഇതാ ഈ ഒരു കമ്മലാണ്. നല്ല രസമുണ്ട്. കുറച്ച് വെയിറ്റ് വരുന്നുണ്ട് കേട്ടോ. നമ്മൾ നേരത്തെ കണ്ടൊക്കെ ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്. പക്ഷേ ഇത് കുറച്ച് ആ ഒരു എന്താ പറയുക, പിടിക്കാനുണ്ട്. അങ്ങനെ ആ ഒരു വെയിറ്റ് വരുന്നുണ്ട്. ഭയങ്കര നല്ല നീറ്റായിട്ടുള്ളൊരു കമ്മൽ കേട്ടോ. നല്ല രസമുണ്ട്. ഭയങ്കര ഒരു മോഡേൺ ലുക്കൊക്കെ തരുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നു. നല്ല ക്വാളിറ്റി നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇടുന്ന സമയത്തും നല്ല രസമാണ് കേട്ടോ. ഇതിൻ്റെ റേറ്റ് വരുന്നത് 223 രൂപയാണ്. നമുക്ക് വേറെ കളറും ഓപ്ഷൻസ് ഒന്നും വരുന്നില്ല. ഇങ്ങനെ തന്നെയാണ് വരുന്നത്. വീൻ വിമൺ കൊറിയൻ ഇയർ സ്റ്റഡ് ആണ്. സ്റ്റീൽ ഗോൾഡ് പ്ലേറ്റഡ് ഡെലിക്കേറ്റ് മിനിമലിസ്റ്റ് ഫ്രഞ്ച് ഹൂപ്സ് ഇയറിംഗ്, സ്റ്റെയിൻലെസ് സ്റ്റീൽ ഹൂപ്പ് ഇയറിംഗ്, ഡ്രോപ്സ് ആൻഡ് ഡാംഗ്ലേഴ്സ്. അതാണ് ഇതിൻ്റെ പേര് വരുന്നത്. അപ്പം നല്ല ഭംഗിയുണ്ട് ഇതും കാണാനായിട്ട്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നമ്മൾ ജീൻസൊക്കെ ഇടുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു ചേരുണ്ടാവില്ലേ. എനിക്ക് പിന്നെ ഭയങ്കര സെൻസ് ഒന്നുമില്ല കേട്ടോ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ. എനിക്കിത് രസം ഉണ്ടാവും എന്ന് തോന്നിയതുകൊണ്ട് അങ്ങനെ പറഞ്ഞാണ്. അടുത്ത വന്നിട്ട് നമ്മുടെ ഈ ഒരു കമ്മലാണ്. ഇതിൽ നമുക്ക് വേറെ വൈറ്റും അങ്ങനത്തെയൊക്കെ കളേഴ്സ് വരുന്നുണ്ട് കേട്ടോ. ഒരു ഇനാമൽ പെയിൻറ്റ് പോലത്തെ അങ്ങനെ വരുന്നൊരു കമ്മലാണ്. ഇട്ട് കഴിഞ്ഞാൽ രസമുണ്ട് കാണാനായിട്ട്. ഞാനിവിടെ ബാക്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് എടുക്കണേ കൊണ്ടാണ് കേട്ടോ. ഞാൻ വേറെ ഫോണിൽ നോക്കിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഒച്ച വേണമെങ്കിൽ നമുക്ക് എടുക്കാൻ വേണ്ടി പറ്റും. ഭയങ്കര സിമ്പിളായിട്ടുള്ള സംഭവമാണ്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 236 രൂപയാണ് കേട്ടോ. ഇതിൽ നമുക്ക് ഒരുപാട് കളർ ഓപ്ഷൻസ് ഉണ്ട്. അതായത് ബ്ലാക്ക്, ഗ്രീന്, പിങ്ക്, അക്വ, അതേപോലെ തന്നെ ആ ഒരു റോസ് ഗോൾഡ്, ഇത്രയും കളർ ഓപ്ഷൻസ് ആണ് വരുന്നത്. നല്ല രസമായിട്ടില്ലേ കാണാനായിട്ട്. നല്ല നീറ്റായിട്ടുള്ള കമ്മലാണ്. നമുക്കിങ്ങനെ ക്വാളിറ്റി ഒക്കെ ഉണ്ട് കേട്ടോ കാണാനായിട്ട്. പിന്നെ അടുത്ത് വന്നിട്ട് കുറച്ചൊരു ഹെവി ആയിട്ടുള്ള മാലയാണ്. നല്ല രസമുള്ള ചെയിൻ കേട്ടോ. ഇതിലിങ്ങനെ കുറേ സ്റ്റാറുകളാണ്. ഭയങ്കര തിന്നായിട്ടുള്ള സംഭവമാണ്. അതിൽ ആ ഒരു കുറേ ഇതുണ്ടോ, എന്താ പറയുന്നത്, സ്റ്റാർ പോലത്തെ കണ്ടില്ല, അത് വരുന്നതും കൂടെ കുറച്ച് ഹെവി ആയിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമുക്ക് കുറച്ച് ഹെവി പർപ്പസിന് മാത്രമേ പറ്റുള്ളൂ. സിമ്പിളായിട്ട് നോക്കുകയാണെങ്കിൽ അങ്ങനത്തെ അല്ല കേട്ടോ. കാണാൻ നിങ്ങൾക്ക് കണ്ടാവും, കഴുത്തിലിടുമ്പോൾ തന്നെ അത്യാവശ്യം കാണാനായിട്ടുണ്ട്. അത് പോയില്ല എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിൻ്റെ ആണ്. സ്റ്റാർ ഫിഷ് അങ്ങനത്തെ ആ ഒരു ഡിസൈനിൽ വരുന്ന ഒരു നെക്ലേസ് ആണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ റേറ്റ് വരുന്നത് 416 രൂപയാണ്. നമുക്കിത് ഈ ഒരു ഗോൾഡ് കളറിലും അതേപോലെ തന്നെ സിൽവർ കളറിൽ, ഇങ്ങനത്തെ 2 കളർ ഓപ്ഷനാണ്. ഈ സിൽവറിനാണ് ഗോൾഡിന് നമുക്ക് 416 രൂപ, അതേപോലെ തന്നെ സിൽവർ കളറിന് 505 രൂപയും വരുന്നുണ്ട്.
എന്താണെന്നറിയില്ല കേട്ടോ. ആമസോണിൽ നിങ്ങൾ ഓഫറുള്ള സമയത്ത് മേടിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ റേറ്റ് കുറവായിട്ട് സാധനങ്ങൾ കിട്ടും. ലിപ്സ്റ്റിക്കിൻ്റെ ഷെയ്ഡ് ഞാൻ മറന്നുപോയി കേട്ടോ. ഷുഗറിൻ്റെ ഞാൻ പറഞ്ഞില്ലേ, ഇതേപോലത്തെ രണ്ടെണ്ണം ഏകദേശം സെയിം ആയിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് കറക്റ്റ് ഓർമ്മ കിട്ടണില്ല കേട്ടോ. പിന്നെ ഞാനിങ്ങനെ വീഡിയോസ് ഇടുന്ന സമയത്ത് എൻ്റെ മൂക്കുത്തിൻ്റെ ഡീറ്റെയിൽസ് ഒരുപാട് പേര് എനിക്ക് ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന ഒരു കാര്യമാണ്, മൂക്കുത്തി എവിടെ നിന്ന് മേടിച്ചിട്ടില്ല എന്നുള്ളത്. മൂക്കുത്തി ശരിക്കും ഗോൾഡാണ്, നമ്മൾ മലബാർ ഗോൾഡ് നിന്ന് എടുത്തിട്ടുള്ളതാണ്. അതിൽ സ്റ്റോൺ വരുന്നത് ഡയമണ്ട് ആണ് കേട്ടോ. ഞാൻ എടുക്കുന്ന സമയത്ത് 8,000 സംതിങ് ഒക്കെ ഉള്ളൂ. ഇപ്പം എനിക്ക് തോന്നുന്നു 10,000, 18,000 രൂപയൊക്കെ ഏകദേശം റേറ്റ് വരുന്നുണ്ടെന്ന് കുറേ പേര് ചോദിക്കുന്ന കാര്യം കൊണ്ടാണ് പറഞ്ഞത് കേട്ടോ. നല്ല ഭംഗിയുള്ള മൂക്കുത്തിയാണ്, എൻ്റെ ഫേവറേറ്റ്. അപ്പോൾ നോക്കിയാൽ എൻ്റെ മൂക്കിൽ ഇത് ഉണ്ടാവാറുണ്ട്. പിന്നെ അടുത്ത് വന്നിട്ട് ഈ ഒരു മാലയാണ്. ഇത് ഞാൻ കാണുന്ന സമയത്ത് കുറച്ചും കൂടെ ലോക്കറ്റിന് വലിപ്പം പ്രതീക്ഷിച്ചു. കാരണം നമ്മൾ പിക്ക് വരുന്ന സമയത്ത് ഇങ്ങനെ ചെറിയ ചെയിൻ വന്നിട്ട് അത്യാവശ്യം വലിയ ലോക്കറ്റായിട്ടാണ് കാണിക്കുന്നത് നമ്മൾ മേടിക്കുന്ന സമയത്ത്. പക്ഷേ ഭയങ്കര കുഞ്ഞതാണ്. ആ ഒരു ചെയിൻ പോലെ തന്നെ വളരെ കുഞ്ഞതായിട്ടുള്ള എന്താണ് ഇതിന് ഗിഫ്റ്റ് ബൗ നോട്ട് എന്നാണ് പറയുന്നത്. ആ ഒരു കെട്ടില്ല, നമ്മൾ ഗിഫ്റ്റ് ബോക്സിൽ കാണുന്ന ആ കെട്ട്, അതാണ് അതിൻ്റെ പേര് പോലെ തന്നെ. അതായത് അതേപോലെയാണ് ഈ ഒരു മാല വരുന്നത്. ഭയങ്കര സിമ്പിളായിട്ടുള്ള അത്രയും സിമ്പിളായിട്ടുള്ളൊരു മാലയാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ റേറ്റും സിമ്പിളാണ്. 138 രൂപയാണ് ഈ ഒരു മാലയ്ക്ക് വരുന്നത് കേട്ടോ. അപ്പം ഇത് നമുക്ക് ഭയങ്കര ചിലരുണ്ടാവും കുഞ്ഞു മാലയൊക്കെ ഇടുന്നത്, അങ്ങനെയുള്ളവർക്ക് ഇഷ്ടപ്പെടുന്നൊരു മാലയാണ്. പിന്നെ അടുത്ത് വന്നിട്ട് ഈ ഒരു സിമ്പിളായിട്ടുള്ള ചെയിനാണ്. ഇതിൻ്റെ ലിങ്ക് ഞാൻ നോക്കട്ടെ കേട്ടോ. കുറച്ച് മുൻപ് മേടിച്ചതാണ് ഞാൻ, ഇപ്പം അടുത്ത് മേടിച്ചൊന്നല്ല കേട്ടോ. ഇതും ഭയങ്കര സിമ്പിളായിട്ടുള്ള ചെയിനിൽ നല്ല സിമ്പിളായിട്ടുള്ളൊരു ലോക്കറ്റാണ്. നല്ല രസമാണ്, ഉണ്ടാട്ടോ. ഇത് JHP എന്ന് പറഞ്ഞിട്ടുള്ള ഗോൾഡ് പ്ലേറ്റഡ് ഒരു ചെയിനാണ് വരുന്നത്. ഇതിന് ഏകദേശം 259 രൂപയുണ്ട് കേട്ടോ. പിന്നെ അടുത്ത് വന്നിട്ട് ഈ ഒരു മാലയാണ്. ഇത് ഞാൻ മുൻപ് കാണിച്ചിട്ടുണ്ട് കേട്ടോ. ജസ്റ്റ് ഈ ഒരു ജ്വല്ലറി ഐറ്റംസ് കാണിച്ചത് കൊണ്ട് ഞാൻ നിങ്ങൾക്ക് വേഗം കാണിച്ചു തന്നു മാത്രം. ഇതേ ആ ഒരു ലോക്കറ്റ് വരുന്നല്ലേ, അതിൽ സെയിം വരുന്ന കമ്മലും കൂടെ വരുന്നുണ്ട് കേട്ടോ. നല്ല രസമുള്ള ഒരു മാല, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇതിൻ്റെ കമ്മലാണെങ്കിൽ നല്ല രസമാണ്. ചിലർക്ക് ഈ സിൽവർ ഓക്സിഡൈസ് സിൽവർ ആയിരിക്കും ഇഷ്ടം. പിന്നെ അതേപോലെ തന്നെ ഈ ഒരു കമ്മലും ഇതൊക്കെ എനിക്ക് തോന്നുന്നു വോയിലൻ്റ് തന്നെയാണ്. ഇതിലും നമ്മുടെ ആ ഒരു ഇനാമൽ സ്റ്റോൺ അല്ല കേട്ടോ. ആ കാണുന്നൊക്കെ ഒരു ഇനാമൽ പെയിൻറ്റിൻ്റെ പോലത്തെയാണ്. ഒരു ലൈറ്റ് അക്വ, ഒരു ബ്ലൂ കളറും ഒരു പിങ്ക് ഷെയ്ഡിലാണ് വരുന്നത്. പിന്നെ അടുത്ത് വന്നിട്ട് കുറച്ച് ഹെവി ആയിട്ടുള്ള ഒരു കമ്മലാണ്. ഇതിനും ആക്ച്വലി റേറ്റ് എനിക്ക് ഓർമ്മയില്ല കേട്ടോ. കുറേ മുൻപായും കൊണ്ട് കുറച്ച് പാടായും കൊണ്ടാണ് കേട്ടോ. അപ്പം ഇതും നല്ല രസമുണ്ട്. അപ്പം നിങ്ങൾക്ക് എന്തായാലും മേടിക്കണമെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന എല്ലാ പ്രൊഡക്റ്റിൻ്റെയും ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. 1-2 ഐറ്റംസും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് വന്നിട്ടില്ല. അതിൻ്റെയും കൂടെ ലിങ്ക് ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. പിന്നെ അതേപോലെ നിങ്ങൾ മേടിക്കുന്ന സമയത്ത് അതിൽ കയറിയിട്ട് എല്ലാ പിക്ചറും കൂടെ നോക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ആ ഒരു കറക്റ്റ് ഡിഫറൻസ് മനസ്സിലാകും, ആ ഒരു വലിപ്പ വ്യത്യാസമൊക്കെ. എന്തായാലും നമുക്കിനി പുതിയ വീഡിയോസായിട്ട് വരുന്ന ദിവസങ്ങൾ കാണാം. ടാറ്റാ.